ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി. തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും മുഴുവൻ സീറ്റുകൾ ഉൾപ്പെടെ 96 മണ്ഡലങ്ങളിൽ ജനവിധി രേഖപ്പെടുത്തി. ബംഗാളിലാണ് ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ബംഗാളിലും ആന്ധ്രയിലും ചില ബൂത്തുകളിൽ നേരിയ സംഘർഷം റിപ്പോർട്ട് ചെയ്തു. 9 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തിലുമായി 96 മണ്ഡലങ്ങൾ ഇന്ന് 4ാം ഘട്ടത്തിൽ ജനവിധി രേഖപ്പെടുത്തി. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ, കടപ്പ, പൽനാട് ജില്ലകളിലും പശ്ചിമ ബംഗാളിലെ ദുർഗാപൂരിലും ബീർഭൂമിലും ചില ബൂത്തുകളിൽ നേരിയ സംഘർഷം റിപ്പോർട്ട് ചെയ്തെങ്കിലും പൊതുവെ സമാധാനപരമായിരുന്നു വോട്ടെടുപ്പ്. ബംഗാളിൽ ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തി. ശ്രീനഗറിൽ 2019-നേക്കാൾ പോളിംഗ് ശതമാനം ഉയർന്നു. ബീഹാറിൽ ബഗുസരായിൽ കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ്, യുപിയിൽ കനൌജിൽ അഖിലേഷ് യാദവ്, സെക്കന്ദരാബാദിൽ കേന്ദ്രമന്ത്രി കിഷൻ റെഡ്ഡി, ബംഗാളിൽ കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് അധിർ രഞ്ജൻ ചൌധരി, തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്ര തുടങ്ങിയവരാണ് ഇന്ന് ജനവിധി തേടിയ പ്രമുഖർ. വോട്ടെടുപ്പ് നടന്ന 96 മണ്ഡലങ്ങളിൽ 42 എണ്ണം BJPയുടെയും 7 എണ്ണം NDA സഖ്യകക്ഷികളുടെയും സിറ്റിംഗ് സീറ്റുകളാണ്. ആന്ധ്ര നിയമസഭയിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ഒഡീഷ നിയമസഭയുടെ ആദ്യഘട്ട വോട്ടെടുപ്പും ഇന്ന് നടന്നു. ഈ മാസം 20-നാണ് ലോക്സഭയുടെ 5ാം ഘട്ട വോട്ടെടുപ്പ്. ജനം, ഡൽഹി.